ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, നമ്മുടെ ഹൈദരാബാദ് ടൂറിലെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിലിം സിറ്റി പോയി മൊത്തം വെയിൽ കൊണ്ട് നടന്ന് അവശതയായപ്പോഴാട്ടോ തിരിച്ച് റൂമിലെത്തിയത്. ഇവിടെ വന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ ഗണേശോത്സവത്തിന്റെ ടൈം ആട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഈ പോണ വഴിക്ക് റോഡുകളിൽ കാണാട്ടോ. ഇന്ന് നമ്മൾ ആദ്യം പോണത് ചാർമിനാർ ആട്ടോ. അപ്പൊ ഹൈദരാബാദിൽ ഒരു മെയിൻ സ്പോട്ട് തന്നെയാണല്ലോ ചാർമിനാർ. അങ്ങനെ അത് കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. വരുമ്പോ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ ബാഗ് ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് അവർ കയറ്റാൻ അനുവദിക്കില്ല. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് യാതൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷെ നമ്മുടെ ബാഗ് അലൗഡ് അല്ല കേട്ടോ. ബാഗും മൊബൈൽ ഫോണും ഒന്നും അങ്ങനെ അലൗഡ് അല്ല. ചാർമിനാർ പോകുമ്പോ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. അങ്ങനെ നല്ല ക്രൗഡ് ആയാണ് നമ്മൾ വണ്ടി ദൂരെ പാർക്ക് ചെയ്തിട്ടാട്ടോ പോണത്. ഇപ്പൊ ഏകദേശം ഒരു 10 മണി, രാവിലെ 10 മണിയായിരുന്നു കേട്ടോ ടൈം. അങ്ങനെ വലിയ കാര്യത്തിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇതാ മുകളിലേക്ക് കയറാൻ പോയി. കാരണം നമ്മൾ ഈ പള്ളിയുടെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അധികം കയറിയില്ല കേട്ടോ. കാരണം കുറച്ച് കയറിയപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മടുത്തു. കാരണം കുഞ്ഞാട്ടികളെയും കൊണ്ട് കയറാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയുടെ തൊട്ടടുത്തത് ആ ഒരു സരസ്വതി ടെമ്പിൾ, ഒരു ചെറിയൊരു സരസ്വതി ടെമ്പിൾ. അപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാവരും അവിടെയും കൂടെ തൊഴുതിട്ടാട്ടോ പോണേ. എനിക്ക് അത് കണ്ടപ്പോ എന്തോ നല്ലൊരു ഗുഡ് ഫീൽ ആയിട്ട് തോന്നി. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ കാര്യം ഇവിടെ വരുമ്പോൾ നമ്മൾ ബാഗൊക്കെ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. അത്ര ക്രൗഡാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ വാല്യുബിൾ തിങ്സ് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണേ. അങ്ങനെ അത് അവിടെയൊക്കെ നടന്ന്. പിന്നെ ഏറ്റവും എനിക്കിവിടെ ഈ ടൂറില് പ്രശ്നമായിട്ട് തോന്നിയ ഒരു സംഭവം വെയിലാട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. അതാ ഇവിടെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് സാരി അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ പറ്റുള്ളൂ. പിന്നെ തലയിൽ ഷോള് ധരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. നമ്മുടെ പാലസ്, ചോമല പാലസ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഡ്രൈവർ പോയിട്ടോ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കണത് ഇവിടുത്തെ ഈ കവാടത്തിന്റെ ഫ്രണ്ടിലാട്ടോ. അതിന്റെ ഏകദേശം ഒരു ഭാഗം ഇവിടെ എന്നേലും എത്രയോ ഇരട്ടിയാട്ടോ ഈ ഡോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെ. അത്രയും വലുപ്പാട്ടോ. അങ്ങനെ നമ്മുടെ ദൂരെ നമ്മുടെ പാലസ് കാണാം. അങ്ങനെ ടിക്കറ്റ് എടുത്തതേ നമ്മൾ അകത്ത് കയറിയപ്പോ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പണ്ടത്തെ രാജാവും രാജ്ഞിയൊക്കെ ആവാനുള്ള ഒരു ചെറിയ ചാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവര് നമ്മൾ ഇതുപോലെ കോസ്റ്റ്യൂംസ് ഇട്ട് നമ്മളെ ഒരു ഫോട്ടോഷൂട്ട് പോലെ ഒരു ഏരിയ കേട്ടോ. നമ്മൾ പക്ഷെ അതിനൊന്നും നിന്നില്ല. കാരണം കുട്ടീസിനെയും കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് വലിയ രസമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് നേരെ പാലസിലേക്ക് വിട്ടു. ഇവിടെയും പ്രത്യേക ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ആകെ ഒരു മൊബൈൽ ഫോൺ മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് കയറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. നല്ല ഭംഗിയുള്ള, അതുപോലെ തന്നെ എന്താ പറയാ, ഭയങ്കര വലിപ്പമുള്ള ഒരു പാലസ്. അപ്പൊ ഇവിടെ എന്തോ റീവർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് എന്താ സംഭവം എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റൂട്ടോ. ആ സംഭവം എന്താന്ന്. അങ്ങനെ നമ്മൾ പാലസിന്റെ ഫ്രണ്ടിലെത്തി. കണ്ണനും അച്ഛനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ പാലസ് എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാന്നൊക്കെ അറിയാനായിട്ട് ഇവർ ആദ്യമായിട്ടാട്ടോ ഒരു പാലസ് കാണുന്നത്. കുട്ടീസിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും ചെറിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പാലസിന്റെ ഉള്ളിൽ എങ്ങനെയാന്നൊക്കെ അറിയാനൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ. ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോ ഫസ്റ്റ് തന്നെ ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഇത് തന്നെ പരിപാടി. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു സെൽഫി എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ നേരെ വന്നു ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങൾ കാണാനായിട്ട്. അങ്ങനെ ഓരോന്നായി ഇങ്ങനെ കണ്ടു നടക്കണം. അപ്പൊ കുട്ടീസ് കാണുമ്പോൾ ഇതെന്താ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു പണ്ടത്തെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നല്ല സംഭവം ആട്ടോ. കുട്ടീസിന് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞറിയിക്കാൻ കുറച്ച് ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ക്ലാസ്സിൽ ഹിസ്റ്ററി പീരീഡ് അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പൊ ഇതുപോലെ നേരിൽ കാണുമ്പോൾ ഏകദേശം അവർക്കൊരു ഐഡിയ കിട്ടും. നമ്മള് ലെഫ്റ്റിന്നല്ലേ എഴുതി തുറന്നു വായിച്ചു തുടങ്ങുന്നു. പക്ഷെ ഇവര് റൈറ്റിന്നാണ് എഴുതി തുറന്നു വായിച്ചു തുടങ്ങുന്നത്. വലിയ കാര്യത്തിന് കണ്ണന്റെ കണ്ടുപിടുത്തങ്ങളാട്ടോ. അങ്ങനെ ഓരോന്നും കഴിയുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ഒരു പ്രത്യേകത ഭയങ്കര ഡോറൊക്കെ ഭയങ്കര വലുപ്പാട്ടോ. കാരണം അതിന്റെ ഒന്നും ഭാഗം പോലും ഇല്ല. നമ്മള് അങ്ങനത്തെ ഓരോരോ കാഴ്ചകൾ കണ്ടു നടക്കുന്നു.
നാളുകളൊക്കെ കുറെ കേട്ടേക്കുന്ന സംഭവമാണ് ഈ ഓട്ടക്കാലന എന്ന് പറയുന്നത്. അപ്പൊ അത് നേരിട്ട് കാണാനായിട്ട് ഇവിടെ വന്നപ്പോഴോട്ടോ പറ്റിയത്. ഇവിടുത്തെ ഈ കോയിൻ കളക്ഷൻസിന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഓട്ടക്കാലന. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരൊന്ന് കണ്ടോളണേ. മനസ്സിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാട്ടോ ഇതേ ഈ കാണുന്നത്. അതായത് നമ്മുടെ ഒരു സാധാ ഒരു വലിയ ബെഡ്റൂമിന്റെ അത്രയും വലുപ്പത്തിലുള്ള ഒരു കട്ടിൽ. ഇത് നമുക്കിപ്പോ കാണുമ്പോൾ ഇതൊക്കെ എന്ത് വലുതാ, ഇത് എന്താ സംഭവം എന്നൊക്കെ നമുക്ക് ഭയങ്കര ആശ്ചര്യം. കാരണം പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു വലിയൊരു അത്ഭുതമാട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മോഡൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോരോ കാഴ്ചകളും നമുക്ക് കാണുമ്പോൾ ഈശ്വര ഇത്രയും വർഷങ്ങൾ മുന്നേ ഇത്ര വലിയ ഇന്റീരിയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാ പറഞ്ഞ കേട്ടോ. പിന്നീട് അങ്ങോട്ട് മൊത്തം ഇതുപോലുള്ള ആയുധ ശേഖരണങ്ങളായിരുന്നു കേട്ടോ. അതായത് ഭിത്തിയിൽ വരെ ഇതുപോലെ ഡിസ്പ്ലേ പോലെ വച്ചേക്കാണ് നമുക്ക് കാണാനായിട്ട് ഓരോ മോഡലായിട്ട്. ഓരോ ടൈപ്പിന്റെയും ഓരോ മോഡൽ. അങ്ങനെ എണ്ണിയാ തീരില്ല, അത്ര മാത്രം ഉണ്ട്. കാരണം ഇത്രയും വലിയ ബിൽഡിങ്ങിൽ ഇത്രയും എന്താ പറയാ താഴെയും അതുപോലെ ഭിത്തിയും ഒക്കെ ആയിട്ട് ഡിസ്പ്ലേയിൽ നമുക്ക് കാണുമ്പോൾ ഈശ്വര ഇതിന് മാത്രം ഇങ്ങനെയൊക്കെ ഈ ഷേപ്പിലൊക്കെ ഉള്ള ആയുധങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ഡൗട്ടാട്ടോ വരുന്നത്. ആളും പരിചയം മാത്രല്ല ഇതാ ഇതുപോലുള്ള തോക്കുകളും നമുക്ക് ഇവിടെ കാണാട്ടോ. ഒന്നും രണ്ടും ഒന്നല്ല, കുറെ അധികം ഉണ്ട്. ഇപ്പോഴത്തെ കാലത്തുള്ളതിനേലും അധികം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എപ്പോ തോന്നുന്നു കേട്ടോ ഇത് കാണുമ്പോ. ഇവിടെ എത്തിയപ്പോൾ മാത്രം എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഇത്രയും നല്ല ഭംഗിയുള്ള പുതിയ പുതിയ മോഡൽ ഐറ്റംസ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുള്ള തെളിവ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ എന്റെ എല്ലാ സംശയവും മാറിയിട്ടോ. കാരണം ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന അതേ വസ്തുക്കൾ തന്നെയാണ് കേട്ടോ.
അതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ എന്തോ റീവർക്കുകൾ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇതാട്ടോ സംഭവം. അതായത് ഇത്രയും പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അവരത് സ്ട്രോങ് ആക്കാനായിട്ട് ഇതാ ഒന്നുകൂടെ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നേരെ ഇറങ്ങി വിശാലമായ ഒരു ഉദ്യാനത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാഴ്ചകളും കാണുമ്പോൾ നമുക്ക് തോന്നാണ് ഇത്രയും വലിയ ബിൽഡിംഗ് ഇതുപോലെ ഇത്രയും വലിയ ഇന്റീരിയർ, ഇത്രയും ഭംഗിയുള്ള ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് അത്ഭുതം തന്നെയാട്ടോ. ഇനി നമുക്ക് അന്നത്തെ ഡ്രസ്സിങ് സ്റ്റൈലും അതുപോലെ തന്നെ അന്നത്തെ കാര്യങ്ങൾ ഏകദേശം ഒരു ക്ലിയർ ഒരു വ്യൂ തരുന്നുണ്ട് കേട്ടോ ഈ കൊട്ടാരത്തിൽ. ഇത് നമ്മൾ ഇവിടുത്തെ കാർ കളക്ഷൻസ് ആട്ടോ കാണുന്നത്. ഇത്രയും വർഷങ്ങൾ മുന്നേ ഇത്രയും മോഡലിലുള്ള കാറുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നമ്മള് ഇന്നലെ ടിവിയിലൊന്നും കാണുന്ന ഒരു ഫീൽ അല്ലാട്ടോ നേരിട്ട് കാണുമ്പോൾ കാണുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കൊണ്ട് ആരെങ്കിലും ഒന്ന് റോട്ടിൽ നടന്നുണ്ടായിരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും നല്ല എന്താ പറയാ നല്ല റോയൽ ലുക്കായിരുന്നു കേട്ടോ എല്ലാത്തിനും. അപ്പൊ ഇത് ഗ്ലാസ് ഇട്ടേക്കണെങ്കിൽ നമുക്ക് വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയറിൽ കിട്ടണില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 വീലേഴ്സിന്റെ മാത്രമല്ല കേട്ടോ 2 വീലർ കളക്ഷൻസും ഇവിടെ തന്നെ കാണാൻ പറ്റും. അന്നത്തെ ബുള്ളറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഏകദേശം കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോട്ടെ. അപ്പോഴേക്കും ഗൗരി ഉറങ്ങി തുടങ്ങി. പിന്നെ നല്ല വെയിലിന്റെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തണൽ കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നല്ലോണം മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഫിലിം സിറ്റീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് ചൂടില്ല. കാരണം കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം രക്ഷപ്പെടാം. അങ്ങനെ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ മ്യൂസിയത്തിലേക്കാട്ടോ. ഇതിൽ മ്യൂസിയം കൂടെ കണ്ടാൽ ഒരു ക്ലിയർ ഒരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ പാലസിന്റെ കേട്ടോ. കാരണം കുറേ ഐറ്റംസ് ഇപ്പൊ മ്യൂസിയത്തിലാണ് കാണാൻ പറ്റും. നമുക്ക് പാലസിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ അതാ വന്നു സലാർജംഗ് മ്യൂസിയത്തിൽ. ഇവിടെ ഒരുപാട് എന്താ പറയാ പണ്ടത്തെ ഓരോരോ ശില്പങ്ങളുടെ ഒക്കെ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ കണ്ട കാഴ്ചയിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഇതാട്ടോ. അതായത് ഇതേ ഒരു ആനക്കൊമ്പിൽ കാണിച്ചങ്ങനെ കൊത്തുപണികൾ കണ്ട് അന്തം വിട്ടുപോയിട്ട് ഞാൻ. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ഓക്കെ, ബൈ, സീ യു.